എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ തീരുമാനം 2 ആഴ്ചയ്ക്കകമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സുപ്രീംകോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജിയിലെ വിധിക്കായി സർക്കാർ കാത്തുനിൽക്കില്ല. UDF നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പിൽ ചില സമുദായ സംഘടനകൾ വീണെന്നും വി ശിവൻകുട്ടി മീഡിയ വണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSSന് അനുകൂലമായിരുന്നു സുപ്രീംകോടതി വിധി. ഇത് മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നായിരുന്നു ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. എന്നാൽ NSS നേടിയ വിധി മറ്റ് മാനേജ്മെന്റുകളും സുപ്രീംകോടതിയിൽ നിന്ന് സമ്പാദിക്കട്ടെ എന്നായിരുന്നു സർക്കാർ നിലപാട്. പ്രതിഷേധം തുടർന്നതോടെ സർക്കാർ തന്നെ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. ഇക്കാര്യം വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം പ്രസ്താവനയും നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമുദായ സംഘടനകളുടെ പ്രതിഷേധം ഒഴിവാക്കാനാണ് സർക്കാരിന്റെ പുതിയ ആലോചന. സുപ്രീംകോടതി വിധിക്ക് കാത്തുനിൽക്കാതെ തീരുമാനമുണ്ടാകുമെന്ന് മീഡിയ വണ്ണിനോട് വ്യക്തമാക്കിയ മന്ത്രി വി ശിവൻകുട്ടി UDF മുതലെടുപ്പിൽ ചില സമുദായ സംഘടനകൾ വീണെന്നും ആരോപിച്ചു. നമ്മൾ 2 സീനിയർ അഡ്വക്കേറ്റ്സിനെ സുപ്രീം കോടതിയിലെ 2 സീനിയർ അഡ്വക്കേറ്റുമാർ 2 പ്രാവശ്യം ഹാജരാണെങ്കിൽ എന്താ സ്ഥിതി എന്നറിയാമല്ലോ. അവരെ എൻഗേജ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കേസ് മാറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ കേസ് മാറ്റി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വിധി വരെ കാത്തിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് UDF. ഞാൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ 2 ആഴ്ചയ്ക്ക് പ്രശ്നത്തിന് പരിഹാരം. ഭിന്നശേഷി ഒഴിവുകൾ നികത്താതെ എയ്ഡഡ് സ്കൂളുകളിലെ ജനറൽ വിഭാഗത്തിൽ അധ്യാപക നിയമനം പാടില്ലെന്നായിരുന്നു സുപ്രീംകോടതി വിധി. വിധി മറികടക്കാൻ സർക്കാർ മറ്റു നടപടികൾ സ്വീകരിക്കാഞ്ഞതോടെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളായിരുന്നു പ്രതിസന്ധിയിലായത്. സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നിലനിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് വിഷയത്തിൽ എന്ത് പ്രതിവിധി സർക്കാർ കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ വൺ, തിരുവനന്തപുരം.